വാക്സിന് ശേഷവും കൊറോണയോ എന്ന വിഷയത്തിൽ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. ഇനി സംശയങ്ങളിലേക്ക് കടക്കാം. 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തിട്ടും ആരോഗ്യ പ്രവർത്തകരിൽ ചിലരിലൊക്കെ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി അറിയാൻ കഴിഞ്ഞു. ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. നിലവിലുള്ള കണക്കുകൾ പ്രകാരം 82% ആരോഗ്യ പ്രവർത്തകരും കുത്തിവയ്പ് എടുത്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുത്തനെ കൂടിയ കഴിഞ്ഞ കുറേ ആഴ്ചകളിൽ 1000-ൽ പരം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തത്സമയം ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം 7-ൽ 1 ആരോഗ്യ പ്രവർത്തകന് അല്ലെങ്കിൽ പ്രവർത്തകയ്ക്ക് രോഗബാധ ഉണ്ടായതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആശുപത്രികളിലും എത്ര ശതമാനം ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായി എന്നും രോഗബാധ വന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ച് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2 ഡോസ് കുത്തിവയ്പ്പെടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൊറോണ പിടിപെട്ടു. ഇതിൻ്റെ അർത്ഥം കുത്തിവയ്പ്പിന് പ്രയോജനം ഇല്ലേ ഡോക്ടർ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഭാഗ്യവശാൽ നാം എടുത്തിട്ടുള്ള കോവിഷീൽഡ് ആവട്ടെ, കോവാക്സിൻ എന്ന കുത്തിവയ്പ്പാകട്ടെ 60 മുതൽ 80% വരെ നമുക്ക് സുരക്ഷിതത്വം തരുന്നുണ്ട്. മാത്രമല്ല രോഗ തീവ്രത കുറയ്ക്കാനും ഈ വാക്സിനുകൾ സഹായകരമാണ്. പക്ഷേ കുത്തിവയ്പ്പെടുത്ത ഒരു ചെറിയ ശതമാനം പേരിൽ രോഗം ഉണ്ടാകാം. 2 ഡോസ് എടുത്ത വ്യക്തികളിൽ 14 ദിവസത്തിന് ശേഷം ഉണ്ടാകുന്ന രോഗബാധയെ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് എന്ന ഗണത്തിൽപ്പെടുത്താം. വാക്സിൻ 2 ഡോസും എടുത്ത് 14 ദിവസത്തിന് ശേഷം ഭൂരിഭാഗം പേരും പ്രതിരോധം ആർജിക്കുമെങ്കിലും കോവിഷീൽഡ് കോവാക്സിൻ കുത്തിവയ്പ്പിന് ഒന്നിനും തന്നെ 100% പ്രതിരോധശേഷി അവകാശപ്പെടുന്നില്ല. 10,000 പേർ കുത്തിവയ്പ്പ് എടുത്താൽ അതിൽ 2 മുതൽ 4 പേർക്ക് രോഗബാധ ഉണ്ടാകാം എന്നാണ് ICMRന്റെ ഒരു വിലയിരുത്തൽ. ഒരു ഉപമ പറയുകയാണെങ്കിൽ, യുദ്ധഭൂമിയിൽ ജനങ്ങൾ ബങ്കറുകളിൽ സുരക്ഷ തേടുമ്പോൾ പടയാളികൾ പടച്ചട്ട അണിഞ്ഞ് ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നതിന് തുല്യമാണ് കോവിഡ് ICU വാർഡുകൾ, കോവിഡ് ഡെസിഗ്നേറ്റഡ് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ജൂനിയർ ഡോക്ടേഴ്സ്, നഴ്സസ്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നിവരുടെ അവസ്ഥ. ഇനി വേറൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ കുത്തിവയ്പ്പുകൾ എത്രത്തോളം ഫലപ്രദമാണ്, എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ളതാണ്. മല പോലെ വരാമായിരുന്ന കോവിഡ് എലി പോലെ വന്നു പോകും എന്നുള്ളതാണ് ഈ കുത്തിവയ്പ്പിൻ്റെ ഒരു ഗുണം. പ്രധാനമായും കേരളത്തിൽ തന്നെ രോഗബാധ റിപ്പോർട്ട് ചെയ്ത നമ്മുടെ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകരിൽ പലർക്കും വളരെ നേരിയ തോതിൽ മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങളോടുകൂടി രോഗം വന്നുപോയി, കുറച്ച് പേർക്കെങ്കിലും കുത്തിവയ്പ്പെടുത്ത്. പക്ഷേ ഭാഗ്യവശാൽ ഇപ്പം ഞങ്ങളുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാകട്ടെ കുത്തിവയ്പ്പെടുത്ത് രോഗബാധ വന്ന ആരോഗ്യ പ്രവർത്തകർ ആർക്കും തന്നെ സീരിയസ് ആയിട്ടൊരു ICU അഡ്മിഷനോ വെന്റിലേഷനോ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസജനകമാണ്. കോവിഷീൽഡ് വാക്സിൻ്റെ പ്രാഥമിക പഠനങ്ങളും ഇതുതന്നെയാണ് വ്യക്തമായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, കുത്തിവയ്പ്പെടുത്ത ആരോഗ്യ പ്രവർത്തകർ ലക്ഷണമില്ലാതെ രോഗവാഹകരാകാമോ എന്നുള്ളതാണ്. കുത്തിവയ്പ്പെടുത്ത വ്യക്തികളിലും ലക്ഷണമില്ലാതെ രോഗവാഹകരാകാം. എസിംപ്റ്റമാറ്റിക് ഇൻഫെക്ഷൻസ് എന്ന ഗണത്തിൽ ഇത് പെടുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആശുപത്രികളിൽ. മാത്രമല്ല ആശുപത്രികളിലും നാം SMS പ്രോട്ടോകോൾ കൈവിടരുത് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ജനിതക വകഭേദം ഉള്ള മ്യൂട്ടന്റ് വൈറസുകൾക്കെതിരെ കുത്തിവയ്പ്പുകൾ ഫലപ്രദമാണോ ഡോക്ടർ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കോവാക്സിൻ, കോവിഷീൽഡ് നിർമ്മാതാക്കളും ശാസ്ത്രജ്ഞരും ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്ന വൈറസുകൾക്കെതിരെ, പ്രത്യേകിച്ചും B.1.1.7 എന്ന ആൽഫ എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുന്ന UK വേരിയന്റ്, B.1.617.167.1.2 എന്ന ഓമന പേര്, കാപ്പ, ഡെൽറ്റ എന്നീ ഓമന പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ വകഭേദങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ നാം ഇപ്പോൾ എടുക്കുന്ന വാക്സിനുകൾക്ക് 60 മുതൽ 70% വരെ ശേഷിയുണ്ടെന്നാണ് കരുതുന്നത്. പിന്നെ ഇപ്പോൾ നടത്തിയ ചില പഠനങ്ങൾ പറയുന്നത് ഡെൽറ്റ വൈറസിനെതിരെ പ്രതിരോധ ശേഷി 50%-ഓളമേ ഉണ്ടാകുള്ളൂ എന്നാണ്. എന്നാലും എന്താണ്, ഒട്ടും സുരക്ഷിതമല്ലാത്തതിനേക്കാൾ കോവിഡ് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തർക്കും എന്തുകൊണ്ടും മെച്ചമാണ് ഇപ്പോൾ നാം എടുത്ത വാക്സിനുകൾ.
വൈറസ് ബാധ കടുക്കുന്നത് ഒഴിവാക്കുകയും മരണനിരക്ക് കുറയ്ക്കാനും ഇത് സാധിക്കും. രോഗബാധ ഉണ്ടായ ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിളുകൾ ശേഖരിച്ച് ജനിതക പഠനങ്ങൾ അഥവാ ജിനോമിക് സീക്വൻസ് നടത്തുക വഴി ഈ വകഭേദങ്ങൾ അഥവാ വേരിയൻസ് ഓഫ് കൺസേണിനെ കുറിച്ച് നമുക്ക് അറിയാനും പെട്ടെന്ന് തന്നെ ഇടപെടാനും സാധിക്കും. ഇനിയുള്ള ചോദ്യം, എന്തൊക്കെയാണ് രണ്ടാം തരംഗത്തിൽ കുത്തിവയ്പ് എടുത്തിട്ടും രോഗവ്യാപനത്തിനുള്ള കാരണങ്ങൾ എന്നാണ്. ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസിനുള്ള കാരണങ്ങൾ നിരവധിയാണ്. നാം ഓരോരുത്തരിലും വാക്സിൻ ഉണ്ടാക്കുന്ന പ്രതിരോധത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് പ്രധാനം. ചിലരിലെങ്കിലും പ്രതിരോധ ഘടനയുടെ പ്രത്യേകതകൾ മൂലം പ്രതിരോധശേഷിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. രണ്ടാമതായി, നാം ജോലി ചെയ്യുന്ന ഇടങ്ങൾ, രോഗി പരിചരണത്തിലുള്ള വാർഡുകൾ, ICU എന്നിവിടങ്ങളിൽ എയ്റോസോൾ അഥവാ വായുകണങ്ങളിലൂടെ വൈറസ് ഏറെ നേരം തങ്ങി നിൽക്കുന്നത് കാരണം രോഗപകർച്ചയ്ക്കും സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ചിലരെങ്കിലും ഈ കുത്തിവയ്പ് എടുത്തല്ലോ എന്ന ധൈര്യത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച വരുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. PPE ശരിയായ രീതിയിൽ ധരിക്കാതിരിക്കൽ അല്ലെങ്കിൽ PPE അഴിക്കുമ്പോൾ ഡോഫിങ്ങിൽ വരുന്ന പാളിച്ചകൾ രോഗസംക്രമണത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. ഒട്ടേറെ ആരോഗ്യ പ്രവർത്തകർ യാത്രാക്ലേശം ഒഴിവാക്കാൻ ലോക്ക്ഡൗൺ കാലത്ത് ഒരുമിച്ച് വീടുകളിലും ഹോസ്റ്റൽ റൂമുകളിലും ഒക്കെ റൂം ഷെയർ ചെയ്ത് താമസിക്കുന്നുണ്ട്. ഇതും രോഗപകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ക്ലോസ്ഡ് സ്പേസസ്, വായുസഞ്ചാരം കുറഞ്ഞ റൂമുകൾ, ആശുപത്രികളിലെ ഇടനാഴികൾ, ലിഫ്റ്റ് എന്നിവിടങ്ങളിലും രോഗസാധ്യത കൂടുതലാണ്. പിന്നെയുള്ളത് നമ്മുടെ പെരുമാറ്റ രീതികളാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ചായ കുടിക്കുക, ഇവിടെയൊന്നും നാം മാസ്ക് അഴിക്കേണ്ടി വരും. പിന്നെ സുപ്രധാന ദിവസങ്ങളായ ബർത്ത്ഡേ പാർട്ടികൾ, അതുപോലെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൊക്കെ റിട്ടയർമെൻറ്റ് പാർട്ടികൾ ഒക്കെ നടന്നിട്ടുണ്ട്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അപ്പോൾ ഇതിലൊക്കെ നമ്മൾ മാസ്ക് അഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിട്ടുണ്ടാകാം. അതുപോലെ വളരെ നേരം നീണ്ടു നിൽക്കുന്ന ഓഫ്ലൈൻ മീറ്റിങ്ങുകൾ, ഇങ്ങനെ ഓഫീസിൽ നടക്കുന്ന ഓഫ്ലൈൻ മീറ്റിങ്ങുകൾ, ഇങ്ങനെ തുടങ്ങി മറ്റു പല കാരണങ്ങളും രോഗവ്യാപനത്തിന് സാധ്യത കൂട്ടുന്നു. രോഗസാധ്യത ഏറെയുള്ള മറ്റൊരിടമാണ് ആരോഗ്യ പ്രവർത്തകരായ നമ്മുടെ വീടുകൾ. വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നും രോഗം കിട്ടുവാനും നമുക്ക് അങ്ങോട്ട് കൊടുക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്കും അടുത്ത വാക്സിൻ റൗണ്ട് ആകുമ്പോൾ അതിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. അടുത്തതായിട്ടുള്ള ഒരു ചോദ്യം, ഡോക്ടർ അഭിപ്രായപ്പെട്ടതുപോലെ രോഗസാധ്യത കുറവാണെങ്കിൽ കൂടി ഇത് തടയാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുമോ എന്നുള്ളതാണ്. കുത്തിവയ്പ് എടുത്താലും ശരി, SMS പാലിക്കുക. കോവിഡ് പ്രോട്ടോക്കോളിൽ വെള്ളം കലർത്തരുത്. സ്വയം രോഗലക്ഷണങ്ങൾ ദിവസവും നിരീക്ഷിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വകുപ്പ് മേധാവിയെ വിവരമറിയിക്കുക. രോഗലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഇന്നലെ മഴ നനഞ്ഞത് കൊണ്ടായിരിക്കും എന്നൊക്കെ കരുതരുത്. ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകരുടെ രോഗനിരീക്ഷണത്തിനായി ശക്തമായ നിരീക്ഷണ സംവിധാനം, സർവൈലൻസ് സിസ്റ്റം ആവശ്യമാണ്. റീജിയണൽ പെയ്ഡ് സെൽ, ക്വാറന്റൈൻ കമ്മിറ്റി എന്നിവയുടെ പങ്കാളിത്തത്തോടു കൂടി ഇത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നടന്നു വരുന്നുമുണ്ട്. മറ്റ് ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റികൾ ഇതിന് പ്രത്യേക ഊന്നൽ നൽകണം. അതുപോലെ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് ഹാജരാകുന്നതിന് മുൻപായി രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാനും ഉണ്ടെങ്കിൽ കൃത്യമായി ടെസ്റ്റ് ചെയ്യുവാനും ആരോഗ്യ സംവിധാനം താറുമാറാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സത്വര നടപടികൾ ആശുപത്രി അധികൃതരും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാം തരംഗവും മുൻകൂട്ടി കണ്ട് 3-tier സിസ്റ്റം ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് മുൻതൂക്കം കൊടുത്താൽ ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ ആശ്വാസമായിരിക്കും. ജോലിയിലെ വിരസത അകറ്റാനും ഊർജ്ജസ്വലത വീണ്ടെടുത്ത് കർമ്മനിരതരാകാനും സാധിക്കും. രോഗവ്യാപനം തടയാനുള്ള അവയർനെസ്സിനും മോണിറ്ററിങ്ങിനും ഒപ്പം അവർക്ക് മനോധൈര്യം പകരാനുള്ള കൗൺസിലിങ്ങും നടത്തേണ്ടതായിട്ടുണ്ട്. ജിനോമിക് സീക്വൻസിംഗ് ശക്തിപ്പെടുത്തുക വഴി രോഗവ്യാപനത്തിൻ്റെ സാധ്യതയും വേഗതയും നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, കുത്തിവയ്പ് എടുത്തു എന്നുള്ള ആത്മവിശ്വാസം വെടിഞ്ഞ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ മാത്രമല്ല, ഇക്കാര്യത്തിൽ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയാകാനും നമുക്ക് സാധിക്കും. നന്ദി, നമസ്കാരം.